നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഒരു സ്ത്രീയുടെ നാവിൽ നിന്ന് വീണ വചനമാണ്, അല്ലെങ്കിൽ അവർ പറഞ്ഞ ചില വാക്കുകൾ. സൂചിപ്പിച്ചത് ഇപ്രകാരമാണ്: എൻ്റെ ഭർത്താവ് പഞ്ചപാപമാണ്, പക്ഷേ മദ്യപിച്ചാൽ ക്ഷുദ്രജീവിയാണ്. എനിക്ക് മദ്യപിച്ചിട്ടില്ലെങ്കിൽ പഞ്ചപാപം, മദ്യപിച്ചു പോയാൽ പുള്ളി ആൾ വേറെയാണ്. ക്ഷുദ്രജീവിയെ പോലെ ഞങ്ങളെ വീട്ടുകാരെ ഉപദ്രവിക്കുന്ന ഒരവസ്ഥയാണ് എന്നുള്ളത് ഒരു സൂചിപ്പിച്ച ഒരു കാര്യമാണ്. നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇതുപോലുള്ള കുറേ സംഭവങ്ങൾ കേട്ടിട്ടുണ്ട് പലരും പങ്കുവയ്ക്കുന്നത്. മദ്യപിച്ച് ഒരുപാട് ദ്രോഹം ചെയ്യുന്ന വ്യക്തികൾ മദ്യപിക്കാത്തപ്പോൾ വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന വ്യക്തികൾ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ നാം ഈ അപകടകാരികളായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെ അപകടകാരികളാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കി ജീവിക്കാൻ നമ്മൾ ബദ്ധശ്രദ്ധരാകണം. ദൈവവചനം നൽകുന്ന ഒരു സന്ദേശമാണ്. മറ്റൊരു സ്ത്രീ സൂചിപ്പിച്ചൊരു കാര്യം: എൻ്റെ ഭർത്താവ് കുടിച്ചില്ലേൽ തങ്കപ്പെട്ട മനുഷ്യനാണ്, കുടിച്ചാൽ തനിത്തറ. അതേ വാക്ക് അവർ ഉപയോഗിച്ച്. എൻ്റെ ഭർത്താവ് കുടിച്ചിട്ടില്ലെങ്കിൽ തങ്കപ്പെട്ട മനുഷ്യൻ, പക്ഷേ കുടിച്ചു പോയാൽ തനിത്തറ. ഞാൻ കേട്ടിട്ടുണ്ട് ചില മദ്യപാനികൾ തന്നെ പറയുന്നത്, ഞാൻ ഒരു സ്മോൾ അടിച്ചാൽ നേരെ എൻ്റെ ബ്രെയിനോമറ്റാണ് പിടിക്കുന്നത്. ഈ മദ്യം അതുകൊണ്ട് തന്നെ പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങൾ എനിക്ക് തന്നെ അറിയില്ല. ഞാൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് ലജ്ജ തോന്നിയിട്ടുണ്ട്. അതിനുമാത്രം ഞാൻ കുടിച്ചിട്ടല്ല, പക്ഷേ ആദ്യത്തെ ആ ഒരു പെഗ് അതെൻ്റെ ബ്രെയിന് പിടിച്ച് കഴിയുമ്പോൾ പിന്നെ ഞാനല്ലാതായി മാറുന്നു. ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ നീ ഈ സാധനം തൊട്ടുപോകരുത്. കാരണം ഇത് നിന്നെ മാത്രമല്ല, നിൻ്റെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്ന കാര്യമാണ്. എനിക്കറിയാം ചിലർ മദ്യപിച്ച് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ. ഞാൻ കേട്ടതാണ്, ഒരു മകള് അപ്പനെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം: ഈ മനുഷ്യൻ്റെ മകളാണെന്ന് പറയാൻ എനിക്ക് ലജ്ജയാണ്. അവളെ നീ എന്താ ഇങ്ങനെ സംസാരിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ്, പിന്നെ ഞാൻ എങ്ങനെയാണ് പറയണ്ടേ. എന്നിട്ട് ചില കാര്യങ്ങൾ അച്ഛൻ കേട്ടോ. ഒരിക്കൽ ഇവരെന്തോ ഒരു ഫംഗ്ഷന് പോയതാണ്. അപ്പൻ മദ്യപിച്ച് ലക്കും ലഗാനോ ഇല്ലാതെ അവിടെ കിടന്ന് ചാടുകയും തുള്ളുകയൊക്കെ ചെയ്ത് ആ കൂട്ടത്തിൽ പുള്ളിയുടെ മുണ്ടും പറഞ്ഞു പോയി. എന്നിട്ട് അവർ ഫോട്ടോക്കാർ വീഡിയോക്കാരൊക്കെ ഉണ്ടായിരുന്ന അതെല്ലാം എടുത്തു വച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ പങ്കൊച്ചു പറഞ്ഞത്, ഇതെൻ്റെ അപ്പനാന്ന് പറയാൻ, ഈ മനുഷ്യൻ്റെ മകളാണ് ഞാനെന്ന് പറയാൻ എനിക്ക് ലജ്ജയാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഈ മദ്യം അത് നമ്മെ എവിടെ കൊണ്ട് എത്തിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. വേറൊരു സ്ത്രീ അവർ സൂചിപ്പിച്ചൊരു കാര്യം: എൻ്റെ ഭർത്താവ് കുടിക്കുവോ, കുടിച്ച് ഛർദ്ദിക്കുവോ, വഴി കിടക്കുവോ, എന്തു ആയിക്കോട്ടെ, അത് പുള്ളിയുടെ കാര്യം. കുടിച്ച് വീട്ടിൽ വരുമ്പം ഞങ്ങളെ ഒന്ന് സ്വസ്ഥമായിട്ട് കിടക്കാൻ അനുവദിച്ചാൽ മതി. ഞങ്ങൾക്ക് ഒന്ന് കിടന്നുറങ്ങാനും മര്യാദയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊരു അനുമതി തന്നാൽ മതി. ഈ മനുഷ്യൻ അങ്ങനെയല്ല. കുടിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് ക്ഷുദ്രജീവി പോലെയാണ്. പറയുണ്ട്, ആ പുള്ളി കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ, ഇവരുടെ സ്വസ്ഥത കെടുത്തുന്ന കാര്യങ്ങൾ, ഇവർക്കൊരു സാധാരണ ജീവിതം നയിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഇതുപോലെ എന്തെല്ലാം സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സമൂഹത്തിൽ. വേണേ ഒരു മദ്യത്തിൻ്റെ ആ ഒരു പിടിയിൽ അമർന്നിരിക്കുന്ന വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ ചില പ്രത്യേകതകൾ അവരെ മാത്രമല്ല അവർ നശിപ്പിക്കുക, അവരുടെ കുടുംബാംഗങ്ങളെയും കുടുംബത്തിൻ്റെ സമാധാനവും സന്തോഷവും എല്ലാം നശിപ്പിക്കുന്ന വ്യക്തികളെ ഒരുപക്ഷെ നമുക്ക് കണ്ടെത്താൻ പറ്റും. നമുക്ക് ഈ സംഭവങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ, ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ മനസ്സിലാക്കിയിരിക്കാം. ഒന്നാമത്തെ കാര്യം, മദ്യം മനുഷ്യനെ മറ്റൊരു മനുഷ്യനാക്കി മാറ്റും. അത് ഈ വ്യക്തികളുടെയൊക്കെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത്. അവരെ മറ്റൊരു മനുഷ്യനാക്കി മാറ്റും. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, മനുഷ്യനെ മറ്റൊരു മനുഷ്യനാക്കി മാറ്റുന്ന പല കാര്യങ്ങൾ. പ്രത്യേകിച്ച് അതിലകത്തൊരു 3 കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അഭിഷേകം മനുഷ്യനെ മറ്റൊരു മനുഷ്യനാക്കി മാറ്റാം. അഭിഷേകം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ മറ്റൊരു മനുഷ്യനായി മാറാൻ നമുക്ക് പറ്റും. സാംസന്റെ കാര്യത്തിൽ അസാധാരണമായ ശക്തി അവന് കിട്ടിയത് ദൈവത്തിൻ്റെ ആത്മാവ് അവനിലേക്ക് ആവസിച്ചപ്പോഴാണ്. 1 സാമുവേൽ 10-ാം അധ്യായം. സാവൂളിന് ഒരഭിഷേകം മറ്റൊരു മനുഷ്യനാക്കി മാറ്റി. അവന് പുതിയ ഹൃദയം ലഭിച്ചു, പ്രവചിക്കാൻ വരം ലഭിച്ചു, അവൻ എല്ലാ വിധത്തിലും മറ്റൊരു മനുഷ്യനായി മാറി. അതാണ് അവർ പറഞ്ഞിരിക്കുക. രണ്ടാമതൊന്നുണ്ട്, അതാണ് അശുദ്ധാത്മാവിനൊരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനാക്കി മാറ്റാൻ പറ്റും. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലാണ് പിശാച് ബാധിതന്റെ കാര്യം. പിശാച് ബാധയുടെ പല ലക്ഷണങ്ങളും അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന കാണാൻ പറ്റും. അവൻ മറ്റൊരു മനുഷ്യനായി മാറി. വസ്ത്രം ധരിക്കാതെ
ശരീരത്തിന് മുറിവേൽപ്പിച്ച് വരുന്നവരെയെല്ലാം പേടിപ്പിച്ച് പീഡിപ്പിച്ച് അങ്ങനെയെല്ലാം ആ ഒരു അവസ്ഥയിലേക്ക് അധപ്പതിച്ച ഒരു വ്യക്തിയായി മാറി. വെറും 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ചിനെ കൊണ്ടു. അവളുടെ ഒരു പ്രത്യേകത, ചില സമയത്ത് അവൾ വേറൊരു വ്യക്തിയായി മാറും. അപ്പോൾ അസാധാരണ ശക്തിയാണ്. ഇവർ 4-5 പേര് പിടിച്ചാൽ പോലും നിൽക്കുകയില്ലാത്ത അസാധാരണമായ ശക്തി. അത് എവിടുന്ന് വന്ന്? അവളുടെ ശക്തിയല്ല, അതാ തിന്മയുടെ ശക്തി. അവളിൽ ആവേശിച്ച അല്ലെങ്കിൽ അവളിൽ പ്രവർത്തിക്കുന്ന അശുദ്ധാരൂപിയുടെ ആ ശക്തിയാണ് അവിടെ പ്രകടമായത്. അപ്പം അതുകൊണ്ട് അശുദ്ധാത്മാവിനെ നമ്മെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റാൻ പറ്റും. അതുപോലെ തന്നെയാണ് മദ്യത്തിന് നമ്മെ മറ്റൊരു മനുഷ്യനാക്കി മാറ്റാൻ പറ്റും. നമ്മുടെ സാധാരണ ജീവിതമെല്ലാം നഷ്ടപ്പെട്ടിട്ട് മറ്റൊരു വ്യക്തിയായി മാറുന്ന, മൃഗതുല്യം ജീവിക്കുന്നവർ, മൃഗങ്ങളെക്കാൾ കഷ്ടമായിട്ട് ജീവിക്കുന്നവർ, ഒറ്റക്കാരനേ ഉള്ള മദ്യപാനത്തിൻ്റെ ആ പിടിയിലേക്ക് വീണുപോയത്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പലതും നമ്മെ മറ്റൊരു മനുഷ്യനാക്കി മാറ്റും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവസാനമായി നമ്മൾ ചിന്തിക്കുന്നത്, മദ്യപൻ ഒരിക്കലും അഭിവൃദ്ധിപ്പെടില്ല എന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 19-ാം അധ്യായം ആദ്യത്തെ 1-2 വചനങ്ങൾ വായിച്ചാൽ മതി. മദ്യം വരുത്തുന്ന വിന അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവൻ ഒരിക്കലും അഭിവൃദ്ധിപ്പെടില്ല. അവൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകും. അവന് ഒരുപാട് ഈ അശ്രദ്ധയിൽ പല തെറ്റുകളും കാണിച്ച് അവൻ്റെ ജീവിതം അധോഗതിയിലാവും. ഇതെല്ലാം ഈ വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു മനുഷ്യൻ സൂചിപ്പിച്ചൊരു കാര്യം, ഞാൻ പല പണി ചെയ്ത് നോക്കി, ഒന്നിലും ഞാൻ വിജയിച്ചില്ല. ഞാൻ നാട്ടിൽ ജോലി ചെയ്തു, ബിസിനസ് ചെയ്തു, പിന്നെ ഞാൻ വിദേശത്ത് പോയി നോക്കി, തിരിച്ചു വന്നിട്ട് ഒരു കുളം കുത്തി മീൻ വളർത്താൻ നോക്കി, ഒരിടത്തും എനിക്കൊരു വിജയമുണ്ടായില്ല. എല്ലാം കടമ്പയ്ക്ക് കൊണ്ടൊന്ന് കുടം ഉടയ്ക്കും പോലെ. ഫലമെടുക്കുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും പ്രശ്നം, അത് പുള്ളി പറഞ്ഞത് ആ മീനാണേലും വളർന്നു വന്ന സമയത്താണ് വെള്ളപ്പൊക്കം വന്നു, എല്ലാം പോയി. ഇനി അദ്ദേഹം തന്നെ തിരിച്ചറിഞ്ഞൊരു കാര്യം, എനിക്കറിയാം ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ് കാരണമെന്ന്, എൻ്റെ മദ്യപാനം. പറയുണ്ട്, മദ്യപനായ തൊഴിലാളി ഒരിക്കലും അഭിവൃദ്ധിപ്പെടില്ലെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. സുഭാഷിതങ്ങൾ 23-21 വചനം പറയുന്നുണ്ട്, മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിലകപ്പെടും, മത്തുപിടിച്ച് മയങ്ങുന്നവൻ കീറത്തുണി ഉടുക്കേണ്ടി വരും, അവനോ അവൻ്റെ കുടുംബാംഗങ്ങളോ ഒക്കെ. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആത്മീയ ഉന്മത്തത അത് ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുവാനുള്ള കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മദ്യപാനം മൂലം നശിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ ഒരു കോമൺ നിയോഗമായിട്ട് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വ നന്മകളുടെയും ഉടയവനും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ വചനം ധ്യാനിച്ച ഞങ്ങളെ വചനം ജീവിക്കുന്നവരും ആ വചനം പ്രചരിപ്പിക്കുന്നവരുമാക്കണമേ. വചനം ആദരിക്കുന്നവർക്ക് ഉത്കർഷം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമായ സന്തോഷവും അഭിവൃദ്ധിയും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു തരണമേ. അങ്ങയെ സ്നേഹിക്കാനും പരസ്പരം സ്നേഹിക്കാനും ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നമ്മുടെ പ്രത്യേക ആവശ്യങ്ങളും പ്രാർത്ഥനാ നിയോഗവും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്ഥലത്ത് കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ നാമം ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമ്മൾ ഒന്നിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.